ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ടു ദ സ്ക്രീൻ. ഈ ഒരു ഡയലോഗ് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ഏകദേശം 3 വർഷം എടുത്ത്. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് തന്നെ 3 വർഷമായി. ഈ ഒരു ഗ്യാപ്പിൽ ഒരുപാട് കാര്യങ്ങൾ മാറി, എൻ്റെ വോയിസ് വരെ മാറി, ഒരുപാട് സിനിമ ഇറങ്ങി. അതൊന്നും ഞങ്ങൾ എക്സ്പ്ലെയിനും ചെയ്തിട്ടില്ല. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഇടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഈ ജനുവരി എൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് ഒരു വിഷ് ചെയ്തായിരുന്നു. വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അത് അന്ന് തന്നെ വീഡിയോ പറയണമെന്ന് എഴുതിയതാണ്, പക്ഷേ നീട്ടി വെച്ച് ഇതിപ്പോൾ മെയ്യും കഴിഞ്ഞ് ജൂണായി. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ചാനൽ ടു ദ സ്ക്രീൻ. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഐലൻഡും ഒരു ഞണ്ടും പിന്നെ മോഹനെയും കാണിക്കുന്നു. അവൾ ഐലൻഡിന്റെ ടോപ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കൂടെ ആ ഫസ്റ്റ് പാർട്ടി വന്ന കോഴിയും പന്നിയും ഉണ്ട്. ആ കോഴിയുടെ പേര് ഹീഹയെന്നും പന്നിയുടെ പേര് പൂവാന്നുമാണ്. അവളങ്ങനെ ഐലൻഡിന്റെ ടോപ്പിലെത്തി ഒരു ചെറിയ ശങ്കെടുത്ത് താഴെ വെച്ച് വലുതെടുത്ത് കുതുന്നു. അത് ഐലൻഡിൽ വേറെ മനുഷ്യരുണ്ടോന്ന് അറിയാനാണ്. പെട്ടെന്ന് അവളുടെ പുറകെ നിന്ന് വേറെ ശങ്കിന് സൗണ്ട് കേട്ട് നോക്കിയതും അത് ഹേ ഹേ ആയിരുന്നു. അങ്ങനെ നിന്നപ്പോൾ ആ പന്നിക്കുട്ടിയും താഴോട്ട് വീഴാൻ പോകുന്നു. അവളും അങ്ങനെ അതിനെ പിടിക്കാൻ നോക്കി 3 പേര് നേരെ താഴേക്ക് വീഴുന്നു. അവിടെ നിന്നാണെങ്കിൽ ഹേഹയ്ക്ക് ഒരു മൺചരവും കിട്ടുന്നു. അത് കണ്ടതും മോഹനയ്ക്കും ഇവിടെ ഇതിനു മുമ്പ് ആൾക്കാർ താമസിച്ചിരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ നേരെ അവളുടെ ഐലൻഡിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ ഈ മൂവിയിൽ ഒരുപാട് പാട്ടുണ്ട്. പിന്നെ അവളുടെ ഐലൻഡ് കാണിക്കുന്നു. അവിടെ എല്ലാവരും എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്നും കാണിക്കുന്നു. ഈ 2-3 ക്യാരക്ടേഴ്സിനെ ഓർത്തു വെച്ചോ, ഇവർ ഈ സ്റ്റോറി ഫുള്ള് ട്രാവൽ ചെയ്യുന്നവരാണ്. ഫസ്റ്റ് പാർട്ടിൽ മോഹനെയാണ് അവരെല്ലാവരെയും രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്കൊക്കെ മോഹനെ ഒരുപാട് ഇഷ്ടമാണ്. അത് കാരണം അവൾ തിരിച്ചു വന്നതും അതും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നു. മോഹനെയും അവൾ കൊണ്ടുവന്ന മൺചരുവം അവളുടെ അച്ഛനെ കാണിച്ചിട്ട് ഇത് കാണുമ്പോൾ നമ്മളെ പോലെ തന്നെ ഐലൻഡിൽ വേറെ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഈ നക്ഷത്രങ്ങളെല്ലാം ഫോളോ ചെയ്തു പോയാൽ അവരെയും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മോഹനെയും പറയുന്നു. ഈ ഓഡിയോ എടുക്കുന്നതാണ് മോഹനയുടെ കുട്ടിയനിയത്തി സിമിയ. അങ്ങനെ അവളും വന്ന് മോഹനെ എടുത്ത് അവൾക്ക് വേണ്ടി എന്തോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതും അവളും ആ മൺചരുവ് എടുത്ത് കാണിക്കുന്നു. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനെന്ന് അവളുടെ അനിയത്തിയും ചോദിക്കുന്നു. മോഹൻ അവളുടെ അനിയത്തിയെ ഫസ്റ്റ് പാർട്ടി കാണിച്ച ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് നമ്മുടെ പൂർവികരുടെ ഗുഹയാണ്. ഇവിടെ വെച്ചാണ് നമ്മളെല്ലാവരും കടൽ യാത്രികരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ മുത്തശ്ശിയാണ് അത് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവളുടെ അനിയത്തിയും അവൾ ഫസ്റ്റ് പാർട്ടി ചെയ്തതൊക്കെ പറഞ്ഞു കാണിക്കുന്നു. എന്നിട്ട് അതിനൊക്കെ എത്ര ദിവസം എടുത്തെന്ന് ചോദിച്ചതും കുറച്ച് ആഴ്ചകളായി. അത്രയും ദിവസം എടുത്തോ? അതെ, അത്രയും ദിവസം എടുത്തു. ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു നല്ല വഴികാട്ടിയാവില്ലായിരുന്നു, നമ്മുടെ പൂർവികരെ പോലെ. നമ്മുടെ പൂർവികരിലെ അവസാനത്തെ വഴികാട്ടിയാണ് ടൗട്ടൈ വാസായി. അദ്ദേഹം കടലിലുള്ള എല്ലാ മനുഷ്യരെയും ഒന്നേർക്കാൻ നോക്കി. ഇപ്പം ഞാനും അതേ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിനക്കത് മാവുയെ ഏൽപ്പിച്ചാൽ പോലെ എന്തിനാണ് നീ പോകുന്നത്? അവനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അടുത്ത ഷോട്ടിൽ മാവുയെ കാണിക്കുന്നു. അവനിങ്ങനെ പറന്നൊക്കെ പോയി കടലിൻ്റെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഐലൻഡിനെ മേലിലോട്ട് കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനും അങ്ങനെ അവിടെ വന്ന് ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല, ആ ഐലൻഡിലേക്കുള്ള പോർട്ടലോണൊക്കെ ഒരു പ്രശ്നമില്ലാതെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒരു മന്ത്രവാദിനിയുണ്ട്. അവളാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് ഇവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മന്ത്രവാദിനിയും നാലോ ഒരു ദൈവമാണ്. ആ പേര് ഓർത്തു വെച്ചോ, നാലോ ആണ് ഈ സ്റ്റോറിയുടെ മെയിൻ വില്ലൻ. നീ കടലിൽ എല്ലാവരെയും ഒന്നു ചേർക്കാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിന്നെ നശിപ്പിക്കും, ആ പെണ്ണിനെ നശിപ്പിക്കും. അവള് ഞാനും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഈ ഹൂക്ക് എടുക്കാൻ വേണ്ടി ഞാൻ അവളെ വെറുതെ യൂസ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ നീയല്ല അവളൊരു വഴികാട്ടിയെ മാറ്റിയത്, അതുകൊണ്ട് അവക്കും ഇത് ബന്ധമുണ്ട്. മോഹനെ തേടിക്കൊണ്ടിരിക്കുന്ന ഐലൻഡിനെയാണ് മാവുവും തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാവുയും ആ മന്ത്രവാദിനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ അവളുടെ അച്ഛനും വന്ന് ഇതൊരു സാധാരണ ആഘോഷമല്ല, കഴിഞ്ഞ 1000 വർഷത്തിൽ ഞാൻ കിട്ടിയ ഏറ്റവും മികച്ച വഴികാട്ടി നീയാണ്. നമ്മുടെ പൂർവികരിൽ ഏറ്റവും മികച്ച വഴികാട്ടി നമ്മൾ ടൗട്ടായി എന്ന് വിളിക്കും. അത് വില്ലേജ് ചീഫിനെ കിട്ടി വലിയ പൊസിഷനാണ്. ഈ കടലിലുള്ള എല്ലാവരും ഒന്ന് ചേർക്കണമെന്നുള്ള നിന്റെ മികച്ച ഈ ലക്ഷ്യം കാരണം നിന്നെയും ടൗട്ടായി മാറ്റാൻ പോവുകയാണ്. നീ ഇത് സ്വീകരിക്കണമെന്ന് അവളുടെ അച്ഛൻ പറയുന്നു. അങ്ങനെ അതിനുള്ള ചടങ്ങുകൾ നടക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവിടേക്കൊരു മിന്നലടിച്ചതും അവൾക്ക് കുറച്ച് കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്നു. അതിലെ ആദ്യത്തെ ടൗട്ടായ വാസായി മോഹനെ ആ കുളത്തിൽ കണ്ട ഐലൻഡിലേക്ക് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഐലൻഡിന്റെ പേരാണ് മുട്ടുഫേൻ. അവരങ്ങനെ ഐലൻഡിലോട്ട് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതും എന്ന വലിയൊരു കൊടുങ്കാറ്റും മഴയെല്ലാം പെയ്തതും അതിൽപ്പെട്ട് വാസയും മരിച്ചു പോകുന്നു. അങ്ങനെ ടൗട്ടായി വാസയും ഒരു വലിയ വെയിലിന്റെ രൂപത്തിൽ മോഹനയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പോകുന്നു. പെട്ടെന്ന് അവളുടെ ഐലൻഡിൽ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നു. അവിടെയാണെങ്കിൽ ആരുമില്ല. അങ്ങനെ ടൗട്ടായി വാസയും അവിടെ വന്നതും ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചതും നീ ബാക്കിയുള്ള ജനങ്ങളെല്ലാം കണ്ടുപിടിച്ചില്ലെങ്കിൽ നിന്റെ ഐലൻഡിന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ടിഫേറ്റിയുടെ ഹാർട്ട് തിരിച്ചു വെച്ചത് ഒരു തുടക്കം മാത്രമാണ്. നീ ആ കൊടുങ്കാറ്റെല്ലാം മറികടന്ന് ആ ഐലൻഡ് കണ്ടുപിടിക്കണം, എല്ലാ ജനങ്ങളെയും ഒന്നാക്കുകയും വേണം. ഞാൻ എങ്ങനെയാണ് ഐലൻഡ് കണ്ടുപിടിക്കുന്നതെന്ന് മോഹന് ചോദിച്ചതും ഒരു തീ നിനക്ക് വഴി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് വാസയും അവിടെ നിന്ന് പോകുന്നു. ആ മിന്നലടിച്ച ഒരു ഗ്യാപ്പിലാണ് മോഹൻ ഇതെല്ലാം കണ്ടത്. അങ്ങനെ അവളും പെട്ടെന്ന് എണീറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോട്ടുഫെറ്റ് ഐലൻഡ് ആണെന്ന് പറയുന്നു. എന്നിട്ട് ഹിസ്റ്ററിയൊക്കെ അറിയാവുന്ന ഒരു പയ്യൻ അവിടെ ഉണ്ട്. അവൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നു ഈ ഐലൻഡിനെ കുറിച്ച് അറിയാവുന്ന. ഈ ഐലൻഡിൽ വെച്ചാണ് കടലിലെ എല്ലാ ശാഖകളും വന്ന് ചേർന്നുകൊണ്ടിരുന്നത്. ജനങ്ങളും ഒത്തുകൂടിയിരുന്നത് ഇവിടെയാണ്. എന്നാൽ നാലു എന്ന് പറയുന്നൊരു ദുഷ്ടദൈവം ജനങ്ങളെല്ലാം പിരിഞ്ഞിരുന്നാലേ അയാൾക്ക് ശക്തി കിട്ടുമെന്ന് പറഞ്ഞ് ഈ മോട്ടുഫെറ്റ് ഐലൻഡിനെ കടലിന്റെ അടിയിലേക്ക് താത്തു വയ്ക്കും.
ഇത് കാരണം ജനങ്ങളെല്ലാം കാണാതെ പോയി. ഒരുപാട് ഐലൻഡ് നശിച്ചു. ഒരുപക്ഷെ നമ്മളും ഐലൻഡ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ ഐലൻഡും അതേപോലെ തന്നെ നശിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരെല്ലാം ആ ഐലൻഡ് തപ്പിപ്പോയത്. അങ്ങനെ പെട്ടെന്ന് പുറത്ത് ബഹളം കേട്ട് അവര് വന്ന് നോക്കിയതും പുറത്തൊരു വാൽ നക്ഷത്രം പോലെ ഉണ്ട്. അത് കണ്ടപ്പോൾ മോഹനയ്ക്ക് മനസ്സിലാവുന്നു അതാണ് ടൗട്ടൈഗാസ് ഉദ്ദേശിച്ചതെന്ന്. അത്രയും ദൂരം പോകണമെന്ന് കരുതി അവളുടെ അച്ഛനും അനിയത്തിയും ദേഷ്യപ്പെടുന്നു. എന്നാൽ അമ്മ മാത്രമാണ്, ഇല്ല നീ ഇപ്പോൾ ഒരു ടൗട്ടയാണ്, ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്, നീ പോയേ പറ്റൂന്ന് പറയുന്നത്. മോഹനയുടെ മനസ്സിലും ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ട്. ഈ പോകുന്ന സ്ഥലം എത്ര ദൂരമാണെന്ന് അറിയത്തില്ല. അവൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം വിട്ടുപിരിയേണ്ടി വരും. ചിലപ്പോൾ ഇനി തിരിച്ചു വരാൻ പോലും പറ്റിയെന്ന് വരത്തില്ല. എന്നാലും ആ ഐലൻഡിലുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവൾക്ക് പോയേ പറ്റൂ. അങ്ങനെ ഈ യാത്ര പോയാൽ എന്തൊക്കെ നടക്കുമെന്ന് ആലോചിച്ച് അവളും ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ ഫ്രണ്ടിലേക്ക് അവളുടെ മുത്തശ്ശിയും വരുന്നു. അങ്ങനെ മുത്തശ്ശിയും, കഴിഞ്ഞോട്ട് നീ ചെറുപ്പമായിരുന്നു, അതുകൊണ്ട് ഒന്നും ആലോചിക്കേണ്ടിയില്ലായിരുന്നു. എന്നാൽ ഇപ്പം നീ ഒരുപാട് വളർന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം വിട്ട് പിരിയേണ്ടി വരുമെന്ന് നിനക്ക് പേടിയുണ്ട്. ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശിയും അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവളും ആ യാത്ര പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. രാവിലെ ആയതും എല്ലാവരുടെ അടുത്തും പറഞ്ഞ് കടലിലുള്ള എല്ലാവരെയും ഒന്ന് ചേർക്കുമെന്ന് പറയുന്നു. അവളുടെ അമ്മയും കഴിഞ്ഞോട്ട് നീ ഒറ്റയ്ക്കാണ് പോയത്, എന്നാൽ ഈ വട്ടം അത് പറ്റത്തില്ലെന്ന് പറഞ്ഞതും അവളും അവളുടെ വരാൻ വേണ്ടി ആൾക്കാരെ നോക്കുന്നു. ആദ്യം ചെന്ന് വിളിച്ചത് ലോട്ടോനെയാണ്. ഇവനെ ഷിപ്പൊക്കെ നേരെയാക്കാൻ അറിയാം, അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചതും അവനും പെട്ടെന്ന് തന്നെ സമ്മതിക്കുന്നു. അടുത്ത് വന്ന് ഈ അപ്പനെ വിളിക്കുന്നു. എന്നാൽ അയാൾ വരുന്നില്ലെന്ന് പറഞ്ഞതും ആ ബോട്ടിൽ നമുക്ക് കർഷകനെല്ലാം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അയാളെ സമ്മതിപ്പിക്കുന്നു. അങ്ങനെ മാവയുടെ ഫോട്ടോ നോക്കി നീ ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, എന്നാൽ നിന്റെ ഹെൽപ്പ് കിട്ടിയ കൊള്ളായിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും മോണിയെ അവൾ കാണുന്നു. ഇവൻ മാവയുടെ വലിയ ഫാനാണ്. ഇവന് ഹിസ്റ്ററി ഒക്കെ ഒരുപാട് അറിയാമെന്നും പറഞ്ഞ് ഇവനെയും ക്രൂവിലോട്ട് എടുക്കുന്നു. അവളുടെ അനിയത്തി സിമിയെയും ആ കൂടയിൽ കയറി ഒളിച്ചിരുന്ന് അവളും വരുന്നെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ അത് കണ്ട് മോഹനെയും അവളുടെ കടലിൻ്റെ അടുത്തോട്ട് വിളിച്ചുകൊണ്ട് വന്ന്, ഈ കടൽ എൻ്റെ കൂട്ടുകാരിയാണ്, ഇനി നമ്മുടേത്. ഞാൻ വരുന്നത് നീ ഇവളോട് കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ എവിടെ പോയാലും എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ടേയിരിക്കൂ. എന്നാൽ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് വെച്ചെന്ന് പറഞ്ഞ അവളുടെ അനിയത്തിയും ഒരു സ്റ്റാർ ഫിഷിന് ഓർമ്മയ്ക്കായിട്ട് കൊടുക്കുന്നു. അങ്ങനെ മോഹനയുടെ യാത്രയും തുടങ്ങുന്നു. എല്ലാവരും അവളെ ഹാപ്പി ആയിട്ട് പറഞ്ഞു വിടുന്നു. വേറെ സൈഡിൽ മോഹയെ കാണിക്കുകയാണെങ്കിൽ അവനൊരു സൈഡിൽ തൂങ്ങിക്കിടന്ന് അവിടെയുള്ള മീനുകൾക്കെല്ലാം ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു അവൻ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ മീനുകളും അതൊക്കെ കേട്ട് ചാർജായി അവൻ്റെ ദേഹത്തോട്ട് ഓടിക്കയറുന്നു. നോക്കിയാൽ അവർ വന്ന ഉദ്ദേശം തന്നെ വേറെയാണ്, അവരുടെ ആഹാരത്തിന് വേണ്ടിയാണ് വന്നത്. അങ്ങനെ അവൻ്റെ ടാറ്റുവും മോഹനയുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചൂടെന്ന് പറഞ്ഞതും ഇല്ല, നാളേക്ക് ഹ്യൂമൻസിന് തന്നെ ഇഷ്ടമല്ല, അവളടുത്ത് ചോദിച്ചാൽ അവളുടെ ജീവൻ തന്നെ അബദ്ധത്തിലാവും. അപ്പോൾ ആ മന്ത്രവാദിനി അങ്ങോട്ട് വന്ന് ഞാനും അവളെ കാത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ മോഹനെയും അവളുടെ കൂടെയുള്ളവരെയും കാണിക്കുന്നു. അവരിങ്ങനെ കടലിൽ യാത്ര ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോട്ടോ ആണെങ്കിൽ ബോട്ട് ശരിയാക്കുന്നതിൻ്റെ പേരിൽ ഓരോന്നൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മോനെയാണെങ്കിൽ പടം വരയ്ക്കുന്നതിൻ്റെ പേരിൽ ബോട്ടിൻ്റെ ദിശ തന്നെ മാറ്റിവിട്ടുകൊണ്ടിരിക്കുന്നു. ഈ വയസ്സായ ആളുടെ പേര് കീലെന്നാണ്. ഇയാളാണെങ്കിൽ ബോട്ടിൻ്റെ അത് കൃഷിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരവരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ബോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരെല്ലാം നേരെ കൊണ്ടുവരാൻ വേണ്ടി ആ ബോട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് അവൾ പാടി തീർത്തതും ആ ഷൂട്ടിംഗ് സേവം പൊട്ടിത്തെറിക്കുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നതും ആ ബോട്ട് തന്നെ കടലിൽ ഒരു ദിശയിലേക്ക് തന്നെ പോകുന്നു. ഇവരങ്ങനെ നോക്കിയതും ഒരു ഐലൻഡ് കണ്ട് നമ്മൾ മോട്ടിഫൈറ്റ് ഐലൻഡ് വന്ന് മറന്ന് നോക്കിയാൽ അത് ഫസ്റ്റ് പാർട്ടി വന്ന കാക്കമറ ടീംസ് ആയിരുന്നു. മോഹനെയും പെട്ടെന്ന് അവരുടെ അടുത്ത് കുടുങ്ങരുതെന്ന് പറഞ്ഞ് ബോട്ടിന്റെ ദിശയെല്ലാം മാറ്റി നോക്കുന്നു. എന്നൊന്നും നടക്കുന്നില്ല. പെട്ടെന്ന് നോക്കിയാൽ അവരിവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒരു സൈഡിൽ കൂടെ അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഓരോത്തിന് സ്വന്തം ബോട്ടിൽ തന്നെ കുറച്ച് ഭാഗം വെട്ടിക്കളഞ്ഞു. എന്തുവെന്നും പറഞ്ഞ് മോഹനെ നോക്കിയാൽ കടലിൽ നടക്കുന്ന ഒരു വലിയ ജീവി ഇങ്ങനെ പൊങ്ങി വരുന്നു. അതാണ് ആ ബോട്ടും എല്ലാം അകത്തോട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് പെടരുതെന്നും പറഞ്ഞാണ് ഈ കാക്ക മുറയെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ ബോട്ടിൽ നിന്ന് വന്ന ഒരു കയറ് വെച്ച് തന്നെ മോഹനെ അവളുടെ ബോട്ടിൽ കെട്ടി കൂടെ രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ കാക്ക മുറയും അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മോഹനെയും എളുപ്പത്തിൽ തന്നെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നാലും ഒരു ടൈമിൽ അവളുടെ ബോട്ടും കുടുങ്ങുന്നു. അങ്ങനെ അവരും മോഹനെ എല്ലാവരും പിടിക്കുന്നു. അങ്ങനെ അവളുടെ അടുത്തോട്ടൊക്കെ വന്നതും ഇവളുടെ ബോട്ടിൽ ആ മോട്ടിഫൈറ്റ് ഐലൻഡിന്റെ പടം കണ്ടതും അവരെയും വെറുതെ വിട്ട് ഈ കാക്ക മുറയും ഹാപ്പി ആവുന്നു. ഈ കാക്ക മുറയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പടങ്ങളുടെ രൂപത്തിൽ തന്നെ അവരുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാക്ക മുറയും മോട്ടിഫൈറ്റ് ഐലൻഡിന്റെ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നാളെ കടലിൻ്റെ അകത്താക്കിയതും ഇവർക്ക് ഇവരുടെ വീട് നഷ്ടപ്പെട്ടു. ഇവരും അവരുടെ വീട് കണ്ടുപിടിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വലിയ ജീവിയുടെ ഇടയിൽ വന്ന് പെട്ടത്. നിങ്ങളെ ജീവിയെ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ മോട്ടിഫൈറ്റ് ഐലൻഡിലേക്ക് കൊണ്ടുവന്ന് കാക്ക മുറയും പറയുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾ തന്നെ വിഷാമ്പ് കാരണം അനങ്ങാൻ പറ്റാതെ കിടക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവരാലോചിക്കുന്നത് അത് ഉപയോഗിച്ച് തന്നെ ആ ജീവിയെ തോൽപ്പിക്കുകയാണ്. അവരുടെ കപ്പലിൽ ഒരു പച്ച ചില്ലി പോലത്തെ ഒരു സാധനമുണ്ട്. അത് ഇവരുടെ ദേഹത്തോടെ കയറിയതും ഇവരും ഓക്കെ ആവുന്നു. അതിൻ്റെ ദേഹത്ത് നിന്ന് തന്നെയാണ് ആ വിഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ വിഷമല്ല, ന്യൂറോടോക്സിൻ എന്ന് വെച്ചാൽ വിഷം തന്നെയാണ്. എന്നാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതായത് ബ്രെയിനും സ്പൈനൽ കോഡൊക്കെ. മോഹനയുടെ ബോട്ടും കാക്കമുറയുടെ കപ്പലിൽ കെട്ടി പ്ലാൻ അനുസരിച്ച് മോഹനയും ആ വിഷമ്പ് എടുത്ത് ആ വലിയ ജീവിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ ആ മീനിൻ്റെ അകത്തോട്ടും വരുന്നു. കുത്തേൻ്റെ സ്ഥലവും കാണുന്നു.
അങ്ങനെ അത് കുത്താൻ വന്നതും ബോട്ട് ഇറങ്ങി അവളുടെ കയ്യിൽ നിന്ന് അമ്പ് താഴേക്ക് വീഴുന്നു. അങ്ങനെ ലോട്ടോയും അവന്റെ വേറെ അമ്പുണ്ടെന്നും പറഞ്ഞ് കാണിച്ചതും അതും നേരെ താഴോട്ട് വീഴുന്നു. അങ്ങനെ അവരെല്ലാവരും ആ ജീവിയുടെ വായിലേക്ക് വീഴാതെ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടിരുന്നതും കാക്കാമുറയിൽ നിന്ന് ഒരു തേങ്ങാക്കുട്ടിയാണ് വന്ന് അമ്പ് ചെയ്യുന്നത്. അങ്ങനെ ആ വിഷമേറ്റ് ആ ജീവിയുടെയും ബോധം പോകുന്നു. എന്നാൽ അത് പോകാൻ നേരത്തെ മോഹനയുടെ ബോട്ടിന്റെ കൂടെയൊക്കെ കാക്കാമുറയുടെ കപ്പലും വലിച്ചെടുക്കാൻ നോക്കുന്നു. അങ്ങനെ മോഹനയുടെ ബോട്ടിലുണ്ടായിരുന്ന തേങ്ങാക്കുട്ടിയും അവന്റെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ആ ബോട്ട് മറത്തുവിടുന്നു. അങ്ങനെ അവരെല്ലാവരും ജീവിയുടെ വായിൻ്റെ അകത്തോട്ട് വീഴുന്നു. മോഹന മാത്രം സെപ്പറേറ്റും ചെന്ന് വീഴുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് വീണ അവിടെ ഒരു ജീവി ഇവരെ ആക്രമിക്കാൻ വരുന്നു. വീണ്ടും ആ തേങ്ങാക്കുട്ടിയാണ് അവരെ രക്ഷിക്കുന്നത്. അവരവിടെ നിന്ന് പൊളിച്ച് വീണ്ടും താഴേക്ക് വീഴുന്നു. നോക്കിയ മാവി ഇത്രയും നേരം അതിൻ്റെ അകത്താണ് ഉണ്ടായിരുന്നത്. ഇവരങ്ങനെ താഴോട്ട് വീണ ഗ്യാപ്പിലാണ് മാവിയെ രക്ഷപ്പെടുന്നത്. അങ്ങനെ ഇവർ മാവിയെ കണ്ട് ഒരുപാട് ഹാപ്പി ആവുന്നു. പ്രത്യേകിച്ച് മോണിക്കാണ് ഒരുപാട് ഹാപ്പി ആവുന്നത്. എന്നാൽ മാവിക്ക് ഇവരൊന്നും ആരാണെന്ന് പോലും അറിയണ്ട. പെട്ടെന്ന് അവൻ്റെ ഹൂക്കും എടുത്ത് ആ കെട്ടുന്ന രക്ഷപ്പെടുന്നു. അങ്ങനെ അവനും അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും അവൻ ഹേ കാണുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരെല്ലാം മോഹനയുടെ കൂടെ ഉള്ളവരാണ്. വേറെ സൈഡിൽ മോഹനെ കാണിക്കുകയാണെങ്കിൽ അവൾ കണ്ണു തുറന്നതും അവളുടെ അനിയത്തിയും കൂടെയുണ്ട്. എന്നാൽ അവളുടെ അനിയത്തിയാണെങ്കിൽ മോഹനെ ഒരുപാട് കളിയൊക്കെ സംസാരിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. പിന്നെ നേരത്തെ കാണിച്ച മന്ത്രവാദിനെ കാണിക്കുന്നു. അവളുടെ പേരാണ് മട്ടാങ്കി. ഇവളാണ് മാവിയെ അടച്ചു വെച്ചത്. എൻ്റെ പേരാണ് മട്ടാങ്കി. ഞാനാണ് ഇവിടുത്തെ ഗാർഡിയൻ. ഈ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ നാലോൻ്റെ ശാപം മാറ്റണം, മോട്ടോഫിറ്റോ ഐലൻഡും കണ്ടുപിടിക്കണം. അങ്ങനെ അവൾ എന്തിനാണ് വന്നതെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ വന്നതെന്നൊക്കെ അവൾ പറഞ്ഞതും മോനെ ഇവളങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. നീ നിന്നെ ഒരു മികച്ച വഴികാട്ടിയെന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നീ അങ്ങനെയൊന്നുമല്ല. കാരണം വഴി അറിയാത്തൊരു സ്ഥലത്തേക്ക് പുതിയ വഴി കണ്ടുപിടിക്കുന്നതാണ് വഴികാട്ടിയുടെ ജോലി. നീ എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മോഹനെ ചോദിച്ചതും നാലോ എന്നെ ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. നീ നാലോയെ തോപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് ഫ്രീ ആകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു പാട്ടും പാടുന്നു. അതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് വേറൊരു വഴി കാണും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണമെന്ന് പറയുന്നു. പാട്ട് തീർന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം മാവി വന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ അവരും വന്നേക്കുന്നത്. മാവി അപ്പോൾ അങ്ങോട്ട് വരുന്നു. മോഹൻ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് ഡോറും തുറക്കുന്നു. ഇതൊരു പോർട്ടൽ പോലെയാണ്. ഇതുവഴി പോയാൽ മോട്ടോഫിറ്റോ ഐലൻഡിലേക്ക് എത്തും. അതൊക്കെ കണ്ടത് മാവിക്ക് മനസ്സിലാവുന്നു ഇങ്ങനെയെല്ലാം നടന്നത് മട്ടാങ്കിയുടെ പ്ലാനാണെന്ന്. മാവി പിടിച്ചു വെച്ച് മോഹനെ വരുത്തി നാലോൻ്റെ ശാപം മാറ്റിയെങ്കിലേ അവർക്ക് ഫ്രീ ആവാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. മോഹനെയും അവളടുത്ത് വരുന്നില്ലേന്ന് ചോദിച്ചതും ഇല്ല, ഈ ശാപം കാരണം എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ മാത്രം ആ പോർട്ടൽ വഴി പോകുന്നു. If Nalo finds out I helped, we'll die by lightning. Maui looked good. ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പോർട്ടൽ ഓഫ് ഗോഡ്സ്. അങ്ങനെ അതുവഴി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരും ഒരുപാട് ഹാപ്പി ആവുന്നു. മോഹനെ മാവിയെ കണ്ടിട്ട് ഒരുപാട് നാളെ കണ്ട് അവനെ കണ്ടതിൽ അവളും ഒരുപാട് ഹാപ്പി ആവുന്നു. അവൾ അവളുടെ കൂടെ വന്നവരെ പരിചയപ്പെടുത്തുന്നു, ആ തേങ്ങാക്കുട്ടിയെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മോഹൻ പെട്ടെന്ന് അവളുടെ വാമൂടി നിങ്ങളെല്ലാവരും മരിക്കാൻ പോവുകയാണ്. നാലോ ഐലൻഡ് അതിഭയങ്കരമായ ചുഴലിക്കാറ്റിൻ്റെ നടുക്ക് ശപിക്കപ്പെട്ട കടലിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ആ ശാപം മാറ്റിയാലും മനുഷ്യരെ കൊണ്ട് ആ ഐലൻഡിലേക്ക് പോകാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിക്കാതിരുന്നതും നിന്നെ ഇതിൽ കൂട്ടായിരുന്നത്. എന്നാൽ നിങ്ങളായിട്ട് തന്നെ വന്ന് ഇതിൽ ചാടി നിങ്ങളെല്ലാവരും മരിക്കാനും പോവുകയാണ്. അങ്ങനെ വരേണ്ട സ്ഥലത്തേക്കും അവരെത്തുന്നു. മാവി നോക്കുക, നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. ടാറ്റ വാസു പറഞ്ഞ പോലെ ആ തീ ഫോളോ ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത്. നമ്മളങ്ങനെ എത്തേണ്ട സ്ഥലത്ത് എത്തിയത്. ഇതിനെല്ലാം എന്തോ കാരണമുണ്ട്. നീ ഐലൻഡ് കടലിൻ്റെ മേലിലേക്ക് കൊണ്ടുപോവാ, ഞാൻ അതിൽ കാല് വയ്ക്കാം, മനുഷ്യരെല്ലാം ഒന്നാവുകയും ചെയ്യും, ശാപം നീങ്ങുകയും ചെയ്യും. ഇതെന്തായാലും വർക്കാവെന്നും പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവളും അവളുടെ ഫ്രണ്ടായി കടലിനെ വിളിക്കാൻ നോക്കുന്നു. എന്നാൽ ഒരു റെസ്പോൺസും ഇല്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കടലിനെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതേസമയം നാലോ പറഞ്ഞു വിട്ട കുറേ കടൽ മൃഗങ്ങൾ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഇവരും അതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുന്നു. എന്നാൽ പെട്ടെന്ന് സൂര്യ വെളിച്ചടിച്ചതും ആ ജീവികളെല്ലാം പേടിച്ചവിടുന്ന് പോകുന്നു. അങ്ങനെ രാവിലെ ആയതും അവിടെയുള്ളൊരു കൊച്ചൈലൻഡിലോട്ട് അവരും കരയൊരുങ്ങുന്നു. ഇതെല്ലാം നടന്നുകൊണ്ട് എല്ലാവരും പേടിച്ച് ഒരുപാട് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. ആർക്കും അവിടെ എത്തുന്ന ഒരു വിശ്വാസമേ ഇല്ല. നോക്കിയവളുടെ പൂർവികരായ ടൗട്ടവാസിയുടെ ബോട്ടും അവിടെയാണുള്ളത്. അത് കണ്ടതും അവർക്ക് മനസ്സിലാവുന്നു ഈ കടൽ ജീവികളുടെ ആക്രമണം കാരണമാണ് അവരുടെ ബോട്ട് വിട്ട് കരയൊരുങ്ങി അവരിവിടെയാണ് മരണപ്പെട്ടതെന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ നിൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞത്, നീ കേട്ടതേ ഇല്ല എന്ന് മോഹൻ പറയുന്നു. മോഹനെ ഒരു സൈഡിൽ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഇതെല്ലാം അവളുടെ തെറ്റാണ്, മോനെ മരിക്കാൻ വരെ പോയി, എല്ലാം അവളുടെ കാരണമാണെന്ന് കരുതിയിരിക്കുന്നു. മോവിയും അപ്പോൾ അവിടെ വന്ന് അവളെ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നു. എന്നാൽ അതൊന്നും നടക്കുന്നില്ല. മോനെ ഓക്കെ ആവുന്നില്ലെന്ന് എൻ്റെ മോവിയും ഇതുപോലെ തന്നെ ഞാനും ഒരു വട്ടം എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയാണ് എന്ന് എന്നെ സഹായിച്ചത്. മോനെയും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതും നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ വിചാരിച്ച് എന്തായാലും നടക്കുമെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് മോവി ഒരു പാട്ട് പാടുന്നു. അത് കഴിഞ്ഞ ശേഷം മോനെ അവരുടെ അടുത്ത് നിന്ന് തങ്ങി ആ ബോട്ട് ശരിയാക്കണമെന്ന് പറയുന്നു. നോക്കിയ ഒരു ടൗട്ടൈവേഴ്സിയുടെ ബോട്ടിൻ്റെ പാർട്സ് എല്ലാം എടുത്ത് അവരുടെ ബോട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. മോവി അങ്ങനെ അവരുടെ പ്ലാൻ പറയുന്നു.
മോവി ചെന്ന് ഐലൻഡിന്റെ ഹാർട്ടി പിടിച്ചത് കടലിന്റെ മുകളിലേക്ക് ഉയർത്തും. അവരും അതിൽ കാലി ഓട്ടണം. അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി റെഡിയാവുന്നു. അവരങ്ങനെ ഐലൻഡിന്റെ അടുത്തേക്ക് എത്താറായതും ഒരുപാട് ഭയങ്കരമായ ചുഴലിക്കാറ്റെല്ലാം വരാൻ തുടങ്ങി. നാലോയോ അവിടെയുണ്ട്. ആക്ച്വലി ആ മോൺസ്റ്റർ തന്നെ നാലോയാണ്. അങ്ങനെ എല്ലാവരും ഫൈറ്റിന് റെഡിയാവുന്നു. മാവി ഒരു ഈഗിളായിട്ട് മാറി ആ ചുഴലിക്കാറ്റ് ഓരോന്നായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെയാണെങ്കിൽ ആ ചുഴലിക്കാറ്റിന്റെ നടുക്കോട്ടം പോകാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ ഇവിടെ അടിച്ച് മാവിയും തിരിച്ചു വന്ന് വീഴുന്നു. ആ ചുഴലിക്കാറ്റ് വെട്ടിയതെല്ലാം വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോഴാണ് മോഹനയ്ക്ക് മനസ്സിലാവുന്നത് ആ ചുഴലിക്കാറ്റൊന്നും മാവിയൊന്നും ചെയ്യുന്നില്ല, മനുഷ്യരെ മാത്രമാണ് തടഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ മോഹനൻ പറയുന്നു, ഞങ്ങൾ നാലുവിൻ്റെ ശ്രദ്ധ മാറ്റിക്കൊള്ളാം. ആ സമയം കൊണ്ട് നീ ആ ഐലൻഡിൽ നടക്കുകയെന്ന് അത് മുകളിലേക്ക് ഉയർത്താൻ. ഐലൻഡിന് നടുക്കോട്ട് പോകുന്നത് ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ ഈ ചുഴലിക്കാറ്റ് നിങ്ങളെങ്ങനെ നേരിടണമെന്ന് ചോദിച്ചതും ആ കാര്യം ഞാൻ ഏറ്റവും നല്ലോട്ടവും പറയുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഞങ്ങളെ രക്ഷിക്കാൻ നീ വന്ന ഈ പ്ലാൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് മോഹന പറഞ്ഞതും ഇവരെ തനിച്ചൊക്കെ മോവിക്ക് ഒരു മടിയൊക്കെ ഉണ്ടെങ്കിലും ഈ പ്ലാൻ വർക്കാവുന്നുള്ളതുകൊണ്ട് മോവി അതിനെ സമ്മതിക്കുന്നു. മോഹന പറഞ്ഞ കണക്ക് തന്നെ ആ ചുഴലിക്കാറ്റ് മാവിയോ ഒന്നും ചെയ്യുന്നില്ല, അവനും എൻ്റെ നടുക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരും അതിൻ്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മോവി അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് ആ ഐലൻഡ് പൊക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് നാലൊക്കെ മനസ്സിലാവുന്നു. മോഹനയ്ക്കും ആ ഐലൻഡിലോട്ടാണ് പോകേണ്ടതെന്നുള്ളതുകൊണ്ട് അവളും ബോട്ട് തിരിച്ച് അതിൻ്റെ സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാവി ആ ഐലൻഡ് പൊക്കുക നോക്കിക്കൊണ്ടിരുന്നതും നാല് തൻ്റെ മൊത്ത ശക്തിയും എടുത്ത് മാവിയെ അറ്റാക്ക് ചെയ്യുന്നു. അത് കാരണം അവൻ്റെ ദേഹത്തുള്ള ടാറ്റു എല്ലാം മറഞ്ഞുപോയി അവൻ ഡെമിഗോഡിൽ നിന്നൊരു മനുഷ്യനായിട്ട് തന്നെ മാറുന്നു. മാവിയും കടലിലേക്ക് വീഴുന്നു. ഇവരുടെ ബോട്ട് മറിയുന്നു. ഇവരെല്ലാം രക്ഷപ്പെട്ടെങ്കിലും ഇവർക്കടുത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അവളുടെ അനിയത്തി കൊടുത്ത് സ്റ്റാർ ഫിഷ് വെള്ളത്തിലോട്ട് വീണപ്പോഴാണ് മോഹനയ്ക്കും എല്ലാത്തിനും വേറൊരു വഴിയുണ്ടെന്ന് മറ്റാക്കി പറഞ്ഞത് ഓർമ്മ വരുന്നത്. അങ്ങനെ മോഹനയും ആ ഐലൻഡ് മേലിലോട്ട് വലിക്കുന്നതിന് പകരം അവൾ തന്നെ കടലിൻ്റെ അടിയിലേക്ക് പോയി അതി ചവിട്ടാന്ന് പ്ലാൻ ചെയ്യുന്നു. അവളിങ്ങനെ കഷ്ടപ്പെട്ട് നീന്തിപ്പോയി ആ ഐലൻഡ് കൈ വെച്ചതും ഒരു മിന്നൽ വന്ന് അവളുടെ ദേഹത്തടിക്കുന്നു. മോഹന ഐലൻഡ് കണ്ടുപിടിച്ച് തൊട്ടതുകൊണ്ട് നാലുവി നശിക്കുന്നു. ആ ശാപവും മാറുന്നു. എന്നാൽ മിന്നലടിച്ചതുകൊണ്ട് മോഹന മരണപ്പെടുന്നു. മോഹൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ആടി മോഹനെ കണ്ടതും അവനും ഒരുപാട് വിഷമാവുന്നു. കടലും അവർക്ക് നിൽക്കാൻ ഒരു സ്ഥലമുണ്ടാക്കി കൊടുത്തതും മാവി മോഹനെ കയ്യിലെടുത്ത് വെച്ച് അവൻ്റെ പൂർവികരുടെ പാട്ട് പാടുന്നു. അപ്പോൾ ടൗട്ടായി വാസന അങ്ങോട്ട് വരുന്നു. ബാക്കി പൂർവികരും എല്ലാവരും അങ്ങോട്ട് വരുന്നു. കൂടെ മോഹനയുടെ മുത്തശ്ശിയുമുണ്ട്. എല്ലാവരും അങ്ങനെ പാട്ട് പാടാൻ തുടങ്ങിയതും അവർക്ക് ചുറ്റും ഒരു വെളിച്ചം പോലെയെല്ലാം വന്ന് മോഹനയുടെ കയ്യിലും ഒരുപാട് ടാറ്റൂസും വരുന്നു. അങ്ങനെ മരണപ്പെട്ടു പോയ അവളും കണ്ണുറക്കുന്നു. കാരണം മോഹനയും ഇപ്പോൾ ഒരു ഡെമിഗോഡായിട്ട് മാറി. അതേപോലെ കടലിൽ മാവിയുടെ ഹൂക്ക് തിരിച്ചു കൊടുത്തതും അവൻ്റെ ടാറ്റൂസ് എല്ലാം പഴയ കണക്ക് വന്ന് അവനും പഴയ കണക്ക് പവർ കിട്ടുന്നു. കടൽ മോഹനയുടെ തുഴയും തിരിച്ചു കൊടുക്കുന്നു. അതിൻ്റെ അകത്തും ടാറ്റൂസ് എല്ലാം വന്നിട്ടുണ്ട്. അവളുടെ മുത്തശ്ശിയും ഇപ്പോഴും നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മോഹൻ തിരിച്ച് കടലിൻ്റെ മേളിലേക്ക് വന്ന് ഒരു സൈഡിലെ സൂര്യനെയും മറ്റേ സൈഡിലെ ഐലൻഡിനെ പിടിച്ച് ആ ഐലൻഡും കടലിൻ്റെ മേളിലേക്ക് വലിക്കുന്നു. അങ്ങനെ മോഹനെയും ആ ഐലൻഡിൻ്റെ മണ്ടേ കയറി ശങ്കൂതിയതും ആ ഐലൻഡും പഴയതുപോലെ ആവുന്നു. അങ്ങനെ അവർ ഐലൻഡെല്ലാം ചുറ്റി നോക്കിയതും അതിൽ മോഹനയുടെ ദ്വീപും അതേപോലെ ഒരുപാട് ദ്വീപുമുണ്ട്. അവർക്കും ഇങ്ങനെ ഈ ഐലൻഡാണ് മനുഷ്യരെല്ലാം ഒന്നായി ചേർത്തുകൊണ്ടിരുന്ന ഐലൻഡ് എന്ന് മനസ്സിലാവുന്നു. മോഹന കരുതിയതുപോലെ തന്നെ വേറെ ദ്വീപിലുള്ളവരും പുതുതായി ഈ ദ്വീപിലേക്ക് വരാൻ തുടങ്ങുന്നു. അവർ വന്ന് മോഹനെ അവരെയും കണ്ട് ഒരുപാട് അത്ഭുതപ്പെടുന്നു. നോക്കിയ അതേ കണക്ക് ഒരുപാട് പേര് ഐലൻഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. മോഹനെയും അവൾ കരുതിയ കണക്ക് തന്നെ എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർത്തു. പിന്നെ കാണിക്കണമെങ്കിൽ മോഹൻ പറന്ന് മോഹനയുടെ ദ്വീപിലേക്ക് എത്തി അവളുടെ അനിയത്തിയും കണ്ട് ഇത് നിന്റെ ചേച്ചിയാണ് എൻ്റെ തന്നത്, ഇതിൽ കൂടെ നോക്കുന്ന പറഞ്ഞു കൊടുത്തതും മോഹനൊക്കെയാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് അവളുടെ അനിയത്തിയും ഒരുപാട് ഹാപ്പി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അവളുടെ അനിയത്തിയും പോയിട്ട് വന്നപ്പോൾ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചതും മോഹനെയും ഒരുപാടുണ്ടെന്നും പറഞ്ഞ് ആ പുതുതായി വന്ന ആൾക്കാരെല്ലാം കാണിക്കുന്നു. എല്ലാ ദ്വീപിൻ്റെ ഹെഡും ചേർന്ന് അവരുടെ പൂർവികർക്കെല്ലാം മര്യാദ കൊടുക്കുന്നു. അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റേ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്നു. മോട്ടു ഫെട്ടു കണ്ടുപിടിച്ചതിന് ശേഷം മോഹനെയും അവളുടെ അടുത്ത അഡ്വഞ്ചറിന് വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ ഈ മൂവിയും വളരെ ഹാപ്പി ആയിട്ട് തന്നെ തീർന്നു. ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അത് പിടിച്ച് നോക്കിക്കോ. ഇതുപോലുള്ള വേറെ മൂവി എക്സ്പ്ലനേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും ക്ലിങ് എന്ന് പറഞ്ഞു.